ഹായ് എവരി വൺ, നമസ്കാരം. കുറേ ദിവസമായി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഓരോരോ തിരക്കുകളാണ് നടക്കാറില്ല. ഇന്ന് കാലത്ത് തന്നെ പേപ്പർ വായിച്ചപ്പോഴേ സ്ഥലം കൃത്യമായിട്ട് ഓർക്കണില്ല കേട്ടോ. ദമ്പതികൾ, അത് സമൂഹത്തിൽ ഉന്നതിയിലുള്ള ദമ്പതികൾ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കണു വാല് തുറന്നു തുടക്കിയപ്പോൾ എന്ന് ഒരു വാർത്ത കണ്ടു. വൈഫ് നേഴ്സാണ്, ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്. ഞാനത് പിന്നെ ഡീപ്പായിട്ട് വായിച്ചില്ല. കാരണം ചീത്ത വാക്കുകൾ, ന്യൂസുകൾ ഞാൻ അങ്ങോട്ട് വായിക്കാറില്ല. കാരണം പ്രായമാവും തോറും ചിലപ്പോൾ നമുക്ക് മനസ്സിനെ അതൊക്കെ വല്ലാണ്ട് ഒലയ്ക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, ഈ കെട്ടിപ്പിടിച്ച് മരിക്കാൻ കാണിച്ച ധൈര്യം, ആ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് ജീവിക്കാൻ കാണിച്ചിരുന്നെങ്കിലോ? ഒരു നിമിഷം മതിയല്ലേ ജീവിതം അവസാനിപ്പിക്കാൻ. അവരും ജീവിതം അവസാനിപ്പിക്കാൻ കാരണം കടബാധ്യത. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരെയാ പേടിക്കണേ? നമ്മൾ അപ്പുറം ഇപ്പുറം കളിയാക്കുന്നതാണോ ആരെങ്കിലും? കാരണം നമ്മളെ കളിയാക്കുന്ന പോയി പണി നോക്കാൻ പറയണം. കാരണം അവർക്ക് ഇന്ന് നമ്മളെപ്പറ്റി പറയാനുണ്ടാവും, 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് വേറെ ആരെയൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ആ സമൂഹത്തെ ഭയന്ന് ആത്മഹത്യ ചെയ്യാൻ പോയാൽ അതിനെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. സംഗതി ശരിയാണ്. ഒരാൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന്, ഒന്നാമത്തെ ബ്ലേഡ് വലിച്ച് നമ്മൾ എടുക്കാൻ പോകണ്ട. ഈ ബ്ലേഡ് വലിച്ചക്കാർക്ക് കണ്ണു മൂക്കൂല്ല. അവരുടെ മെയിൻ പണി അവർക്ക് കിട്ടാൻ വേണ്ടി അവരെന്ത് തന്ത്രം പ്രയോഗിക്കും നമ്മുടെ അടുത്ത്. നമ്മളെ നാണം കെടുത്തെന്ന് പറയും, അങ്ങനെ അപമാനിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് പലിശയ്ക്ക് നമ്മൾ എടുക്കാൻ പോകണ്ട. അഥവാ എടുത്താൽ തന്നെ അത് നിയമസാധ്യതയുള്ളതല്ല. ഈ ബ്ലേഡ് പലിശക്കാർ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മളൊന്നും മിണ്ടാണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് കൊടുത്തു നോക്കിയേ, അവർ പേടിച്ചോടും. ഒരിക്കലും ഒരുപാട് ജീവിതത്തിൽ ആത്മഹത്യകൾ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുണ്ട്. ബ്ലേഡ് പലിശക്കാരെ ഭയന്ന് ഓരോരോ കുടുംബങ്ങൾ അനാഥാവണതും കൂട്ടാത്മഹത്യ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം പരമാവധി നമ്മൾ എടുക്കാണ്ടിരിക്കുക. പക്ഷേ മനുഷ്യനല്ലേ, ചിലപ്പോൾ അത്യാവശ്യം വിടുത്തു പോകും. അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് കൊടുക്കാൻ നിവർത്തിയില്ലേ, ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുക. പോലീസ് നിയമങ്ങൾ അവർക്കെതിരാണ്. ആയതുകൊണ്ട് ഞാനപ്പോൾ ആലോചിക്കുകയാണ്, നേഴ്സാണ്, ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്, ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്, ചെറുപ്പമാണ്. ഇനിയും അവർക്ക് മുന്നിൽ ഒരുപാട് പടവുകൾ അവർക്ക് കയറാനുണ്ട്. ആ ഒരു നിമിഷം, ആ മരിക്കാൻ ആലോചിച്ച നിമിഷം ജീവിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം പറയാൻ പറ്റില്ല. ഒരു ദിവസം മതി മനുഷ്യൻ മാറി മറിയാനല്ലേ. അപ്പോൾ ഈ മരിക്കാൻ ഒരു മിനിറ്റ് കാണിക്കുന്ന ധൈര്യം നമ്മൾ ആ ജീവിക്കാൻ കാണിച്ചാലുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ നാളെ നല്ലൊരു ദിവസമായിരിക്കും. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് കാത്തു വച്ചിട്ടുണ്ടാവുക. ടെൻഷൻ വരാത്ത മനുഷ്യന്മാരില്ലടോ. എല്ലാവർക്കും ഉണ്ടാവും ടെൻഷൻ, കളിയാക്കാൻ. പിന്നെ നമുക്ക് ഒരു ഇല്ലായ്മ വരുമ്പോൾ ഉണ്ടല്ലോ, കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. സത്യമാണ്. നേരെ മറിച്ച് നമുക്കൊരു നല്ല കാലം വരുമ്പോൾ ചില ആൾക്കാർ പറയും, അവളോ അവരോ ഒരു ബുദ്ധിയില്ല, ഒരു വിവരവും ഇല്ല. പക്ഷേ ആ നാവ് കൊണ്ട് തന്നെ നമ്മളോട് പറയും, എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, അവരോ മിടുക്കത്തിയാ, നല്ല കഴിവുള്ളവരാ. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിക്കരുത്, പറ്റിക്കരുത്. നേരായ വഴിയിലൂടെ നമുക്ക് കടവും ഒക്കെ വരാൻ ജീവിതത്തിൽ എപ്പോഴും ഒരു ദിവസമാണോ? ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരിറക്കം ഉണ്ടാവും, ഇറക്കം ഉണ്ടെങ്കിൽ കയറ്റമുണ്ട്. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടാവും. അപ്പം ഇതെല്ലാം കൂടിയാലേ ജീവിതമാവുള്ളൂ. ഒരു ദിവസം കൊണ്ടൊക്കെ മരിക്കുക എന്നൊക്കെ വെച്ചാൽ എന്താ? നമ്മളൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടമുള്ളവരും കൂടി ചിന്തിക്കണം അല്ലേ. ഇപ്പോൾ അവരുടെ അച്ഛനമ്മമാർ അല്ലേ, എത്ര വിഷമമായിരിക്കും അവർക്ക്, അച്ഛനമ്മമാർക്കൊക്കെ. എനിക്ക് അതുപോലെ ഇപ്പോൾ ഈ മരണങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചു ഉലയ്ക്കും. അതുകൊണ്ട് ഞാൻ ഏതാണ് സ്ഥലം എന്നും കൂടി നോക്കിയില്ല, ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്കിന്ന് തോന്നി, അതൊന്നും ഒരു പരിഹാരമല്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സധൈര്യം മുന്നേറുക. നമുക്ക് വേണ്ടി നല്ലൊരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. നശിച്ചു കിടന്നു, അഥവാ അവർ നമ്മളെ കളിയാക്കുകയാണ് കേട്ടോ. അവർ അങ്ങനെ കടം വാങ്ങിച്ചു, അങ്ങനെ നടക്കും. നമുക്ക് കടം കയറുമ്പോഴേ ചുറ്റുവട്ടത്തുള്ളവർ ഒരുപാട് നമ്മളെ കുറ്റപ്പെടുത്താനുണ്ടാവും കേട്ടോ. നമുക്കേ അറിയുള്ളൂ നമുക്ക് എന്തുകൊണ്ടാണ് കടം വന്നേ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളെന്ന്. ആ കളിയാക്കുന്നവരൊക്കെ പണി നോക്കാൻ പറയടോ. നമുക്ക് നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാം. എന്തായാലും നമുക്ക് വേണ്ടി നല്ലൊരു സൂര്യോദയം കാത്തിരിക്കുന്നുണ്ടാവും, തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവരോട് പറയുക, ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോയി പണി നോക്ക്. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്, അവരുടെ കയ്യിലല്ല കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരും അങ്ങനത്തെ കടുങ്കൈയൊന്നും കാണിക്കരുത് കേട്ടോ. അതൊക്കെ എന്തിനാ വെറുതെ നമ്മുടെ നല്ലൊരു ജീവൻ നശിപ്പിച്ച് കളയണത്? അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി.
അപ്പോൾ ഈ പണി നോക്കാനുള്ളവർക്ക് പോയി പണി നോക്കട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം, അവർക്ക് അവരുടെ ജീവിതം. ഓക്കെ. ഞാനേ സർപ്പക്കാടിൻ്റെ അവിടെ വന്ന ഒരു സീനറി തപ്പിപ്പോയി ഞങ്ങളുടെ ഉണ്ടോ നമ്മുടെ വീടിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇവിടെ സൈഡിൽ പച്ചക്കറിത്തോട്ടം. ചുരിദാർ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇത് വാരാണസി കാശി ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചതാ. നന്നായിട്ടുണ്ടല്ലേ? അപ്പോൾ നല്ലൊരു ദിവസം. ഓക്കെ, താങ്ക് യു.